തൽപുരുഷ സമാസത്തെ പറ്റിയുള്ള ക്ലാസ് ആണ്. ആദ്യം നമ്മൾ സമാസം എന്താണ് എന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളപാണിനി എന്ന AR രാജരാജവർമ്മ അദ്ദേഹം മലയാളികൾക്ക് എഴുതിയ വ്യാകരണ ഗ്രന്ഥമാണ് കേരളപാണിനീയം. അതില് അദ്ദേഹം നൽകുന്ന നിർവചനം വിഭക്തികളുടെയും മറ്റും സഹായം കൂടാതെ ഒന്നിലധികം പദങ്ങൾ ചേർത്ത് ഒറ്റ പദമായി രൂപപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് സമാസം എന്ന പേര് അദ്ദേഹം നൽകുന്നത്. ഇങ്ങനെ ചേരുന്നത് പരസ്പരം ചേരാൻ യോഗ്യമായ പദങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്: വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം. ഇങ്ങനെ രണ്ടോ അതിലധികമോ പദങ്ങൾ തമ്മിൽ ചേർന്ന് ഒറ്റ പദമായ സമാസിന് നമ്മൾ പറയുന്നത് സമസ്ത പദം എന്നാണ്. അപ്പോൾ നമുക്ക് സമാസം നിർണ്ണയിക്കാൻ വേണ്ടി തരുന്നത് എപ്പോഴും ഒരു സമസ്ത പദം ആയിരിക്കും. ഈ സമസ്ത പദത്തെ നമ്മൾ പ്രത്യയങ്ങൾ ചേർത്ത് പിരിച്ചെഴുതുന്നത്, അതിന് നമ്മൾ വിഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. സമസ്ത പദത്തെ പ്രത്യയങ്ങൾ ചേർത്ത് പിരിച്ചെഴുതുന്നതിന് വിഗ്രഹിക്കുക എന്ന് പറയും. ഇങ്ങനെ ഒരു സമസ്ത പദത്തെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ആ സമസ്ത പദത്തിന്റെ ആദ്യത്തെ പദത്തിന് പൂർവ്വപദമെന്നും നടുക്കുള്ള പദത്തിന് മധ്യമപദമെന്നും അവസാനത്തെ പദത്തിന് ഉത്തരപദമെന്നും പറയുന്നു. ഇതുകൂടാതെ ചില പദങ്ങൾ വിഗ്രഹിക്കുമ്പോൾ പുറമെ നിന്ന് വേറെയും പദങ്ങൾ വരാം. ഇതിന് അന്യപദമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ഇതിൽ ഏത് പദത്തിനാണ് പ്രാധാന്യം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിലെ സമാസങ്ങൾക്ക് പല പേരുകൾ കൊടുത്തിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് അച്ഛനമ്മമാർ എന്ന പദം ഒരു സമസ്ത പദമാണ്, ഒറ്റപ്പദമാണ്. ഇത് നാം വിഗ്രഹിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്നാണ് നമുക്ക് അതിന്റെ വിഗ്രഹാർത്ഥം കിട്ടുക. ഇതിൽ അച്ഛൻ ആണ് പൂർവ്വപദം, അമ്മ ഉത്തരപദം. മഞ്ഞ് തൊപ്പി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി എന്ന വിഗ്രഹാർത്ഥം കിട്ടും. മഞ്ഞിനെ എന്നത് അതിന്റെ പൂർവ്വപദം, തടുക്കുന്ന എന്ന മധ്യമപദം, തൊപ്പി എന്ന ഉത്തരപദം. പക്ഷെ ഈ തടുക്കുന്ന എന്ന പദം ഈ സമസ്ത പദത്തില്ല. അത് അതിനകത്ത് നിഹിതമാണ്, അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്. ആ വാക്കുകൂടി അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് പരോക്ഷമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ മധ്യമപദത്തെ ഈ സമസ്ത പദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പദമായിട്ടാണ് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. വേറെ പദം നോക്കുക, കമലജൻ. കമലത്തിൽ ജനിച്ചവൻ ആരോ അവൻ. അപ്പൊ കമലം ജം, ജം എന്ന് വെച്ചാൽ ജനിച്ചത്, അംബുജം, സരസിജം ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. കമലത്തിൽ ജനിച്ചവൻ ആരോ അവനെന്ന് ഈ പദത്തിൽ ഇല്ലാത്ത കുറെ വാക്കുകൾ പുറമേ നിന്ന് കടന്നു വരും. അതിനാണ് നമ്മൾ അന്യപദം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 4 രീതിയിലുള്ള പദവിഭജന രീതി അനുസരിച്ചിട്ടാണ് മലയാളത്തില് സന്ധികൾക്ക് പല പേരുകൾ കൊടുക്കുന്നത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ഘടകപദങ്ങൾക്കു സമാസത്തിലുള്ള പ്രാധാന്യമനുസരിച്ച് സമാസത്തിന് പൊതുവെ 4 ഉപവിഭാഗങ്ങൾ അല്ലെങ്കിൽ 4 വിഭാഗമായി നമുക്ക് കൽപ്പിക്കാം. സമാസം എന്തെന്ന് പറഞ്ഞു, സമസ്ത പദങ്ങളെ എങ്ങനെ വിഗ്രഹിക്കാമെന്ന് പറഞ്ഞു. ആ വിഗ്രഹിക്കുമ്പോഴുള്ള സമസ്ത പദങ്ങളിലെ ഘടകപദങ്ങളുടെ അർത്ഥത്തിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് സമാസത്തിന് പല പേരുകളും നമ്മൾ പറഞ്ഞു വെച്ചു. അതില് അവീഭാവൻ എന്നത് സമസ്ത പദത്തിലെ ആദ്യത്തെ പദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ് അവീഭാവൻ. അവസാനത്തെ പദം അതിന് നമ്മൾ പറയുന്ന ഉത്തരപദം എന്നാ. ഉത്തരപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ് തൽപുരുഷ സമാസം. ചിലപ്പോൾ ഈ സമസ്ത പദത്തിലെ എല്ലാ ഘടകപദങ്ങൾക്കും തുല്യ പ്രാധാന്യം ഉണ്ടാവും, സർവപദങ്ങളുടെയും അർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടാവും. അതിന് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നു. ഇനി വേറൊരു വിഭാഗം, ഈ 3 കൂടാതെ പുറമേ നിന്ന് വരുന്ന ചില വാക്കുകളെ പറ്റി നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടായി. അതായത് അന്യപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം. ഇതിനാണ് നമ്മൾ ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഇതാണ് സമാസത്തെ പറ്റി പൊതുവെയുള്ള 4 വിഭജനം. ഇനി ഇതിൽ ഓരോന്നിനും ഉപവിഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം നമുക്ക് ക്ലാസ്സിലേക്ക്
ആവശ്യമുള്ളൂ. ഘടകപദങ്ങളിൽ ഉത്തരപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ, അതായത് സമസ്തപദത്തെ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. ഈ സമസ്തപദത്തെ വിഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം. എപ്പോഴും നമ്മൾ പാഠത്തിന്റെ സന്ദർഭം നോക്കിയാണ് വിഗ്രഹിക്കേണ്ടത്. സമസ്തപദത്തെ പാഠസന്ദർഭത്തിൽ നിന്ന് എടുത്ത് മാറ്റി വിഗ്രഹിച്ചാൽ നമുക്ക് പല അർത്ഥവും കിട്ടും. അതുകൊണ്ട് ആ പാഠസന്ദർഭം നോക്കി മാത്രമേ വിഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇതിന് ഉദാഹരണമായിട്ട് ശ്രീ KV രാമചന്ദ്ര പൈസാർ അദ്ദേഹം 2 വാക്കുകൾ വളരെ ലളിതമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രാമദാസൻ എന്ന പദം, അത് വിഗ്രഹിക്കുമ്പോൾ രാമൻ എന്ന ദാസൻ, രാമൻ എന്ന ദാസൻ ഉള്ളവൻ, രാമന്റെ ദാസൻ, ഇനി രാമദാസൻ എന്ന ഒരാളുടെ പേര്, ഇങ്ങനെ 4 ഉദാഹരണങ്ങൾ ഒരു പദത്തിന് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണോ ഈ പദം നമ്മൾ എടുത്തത് ആ സന്ദർഭത്തോട് ഇണക്കി ചേർത്തെങ്കിലേ അതിന്റെ ശരിയായ വിഗ്രഹാർത്ഥം കിട്ടൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ അതുകൊണ്ട് കാണിക്കുന്ന മറ്റൊരു പദം കൃഷ്ണസാരഥിയാണ്. അതും പല രീതിയിൽ അദ്ദേഹം വിഗ്രഹിച്ച് കാണിക്കുന്നുണ്ട്. കൃഷ്ണൻ എന്ന സാരഥി, അതുപോലെ തന്നെ കൃഷ്ണന്റെ സാരഥി, കൃഷ്ണൻ എന്ന സാരഥി ഉള്ളവൻ, ഇങ്ങനെയും അദ്ദേഹം ഉദാഹരണം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത പദത്തെ ആ പാഠ സന്ദർഭം നോക്കിയേ നമ്മൾ വിഗ്രഹിക്കാവുള്ളൂ. ആ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് മാറ്റി സ്വതന്ത്രമായിട്ട് അതിനെ കണ്ട് നമ്മൾ വിഗ്രഹിക്കരുത്. ഇതാണ് ഇതിൽ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം. മലയാളത്തിലെ 4 സമാസങ്ങളില് ഏറ്റവും കൂടുതൽ ഉപവിഭാഗങ്ങളുള്ള സമാസമാണ് തൽപുരുഷൻ. അതേതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വിഭക്തികളെ പറ്റിയിട്ട്. വിഭക്തി മലയാളത്തിലെ 7 എണ്ണാണ്. സമസ്തപദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന്റെ അവസാനം വരുന്ന വിഭക്തി ഏതാണോ ആ വിഭക്തിയോടുകൂടി തൽപുരുഷൻ അറിയപ്പെടുന്നു. ഇപ്പൊ നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ എന്നിങ്ങനെ. ഇപ്പൊ നിർദ്ദേശിക പ്രതിഗ്രാഹിക എന്നൊക്കെ പറയുമ്പോൾ അത് വിഭക്തിയാണ്. ആ വിഭക്തിയോട് ചേർന്ന് തൽപുരുഷൻ വരുന്ന രീതിയിൽ 7 തൽപുരുഷൻ. അതുപോലെ തന്നെ പൂർവപദം സംഖ്യാവാചിയായി വരുന്നത് ദിഗു. രൂപക തൽപുരുഷൻ, രൂപകം എന്നൊരു അലങ്കാരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഭേദകൽപ്പന ചെയ്യുന്നത്, അത് തന്നെയാണ് രൂപക തൽപുരുഷൻ. മധ്യമ പദലോപി, നടുക്കുള്ള പദം ലോപിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ കർമ്മധാരായൻ, പൂർവപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവുമായി വരുന്ന കർമ്മധാരയ സമാസം. ഉപമിത സമാസം, ഉപമാനവും ഉപമേയവും വരുന്ന ഉപമിക്കുന്ന ഉപമിത സമാസം. അതുപോലെ തന്നെ ക്രിയാതൽപുരുഷൻ, കാരകതൽപുരുഷൻ, ഗതിതൽപുരുഷൻ, അലുക് സമാസം, അലുപ്ത സമാസം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട് സമാസത്തിന്. ഇതിൽ നമ്മൾ വിഭക്തി പ്രത്യയങ്ങളുടെ പേരിൽ ഉള്ള വേർതിരിവും ദിഗു, രൂപകം, മധ്യമപദലോപി, കർമ്മധാരായൻ, ഉപമിത സമാസം, ഇത്രയും മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഒരു ഹൈസ്കൂൾ നിലവാരത്തിലുള്ള ചോദ്യപേപ്പറിൽ ഇത്രയും മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയും വേറെ ഉപവിഭാഗങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. ഒരു സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന്റെ അവസാനം വരുന്ന വിഭക്തി ഏതാണോ ആ വിഭക്തി പ്രത്യയത്തിന്റെ അടിസ്ഥാനത്തിൽ തൽപുരുഷൻ പലതായിട്ട് തിരിയുന്നു. നമുക്കറിയാം വിഭക്തികൾ മലയാളത്തിൽ 7 എണ്ണാണ് ഉള്ളതെന്ന്. അത് നമ്മൾ ഒരു ചെറിയ ഓർത്തിരിക്കാൻ വേണ്ടി നിപ്രസം, ഉപ്രസം എന്ന് പറയാറുണ്ട്. അതിൽ ആദ്യത്തെയാണ് നീ. നിർദ്ദേശിക തൽപുരുഷൻ, പേര് നിർദ്ദേശിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തിങ്കളാഴ്ച, തിങ്കൾ എന്ന ആഴ്ച. ഇപ്പൊ 9ാം ക്ലാസ്സിലെ കുപ്പിവളകൾ എന്ന ആ ഒരു കണ്ണമ്മയുടെ
കഥ പറയുന്ന അധ്യായത്തില് സിസ്റ്റർ അമ്മ എന്ന വാക്കുണ്ട്. സിസ്റ്റർ എന്ന അമ്മ എന്നാണ് അത് വിഗ്രഹിക്കുക. ക്ഷയരോഗം, ക്ഷയം എന്ന രോഗം. കൊന്നത്തെങ്ങ്, കൊന്നത്തെങ്ങ് എന്ന ഉദാഹരണം കേരളപാണ്ഡ്യത്തില് നൽകിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് പ്രതിഗ്രാഹിയ. പ്രതിഗ്രാഹിയുടെ പ്രത്യയം ഏ ആണ്. ഈ സമസ്ത പദങ്ങളൊക്കെ നോക്കുക. സ്വർഗപ്രാപ്തൻ, സ്വർഗത്തെ പ്രാപിച്ചവനാ. നേരത്തെ അളക്കലാണ് നേരം അളന്നും എന്ന കവിതയിലെയും മറ്റും പ്രയോഗം. പാക്കുവെട്ടി, പാക്കീനെ വെട്ടുന്നതാണ്, ഏ ആണ്. മീൻകുത്തി, മീനിനെ കുത്തുന്നത്. അപ്പൊ ഈ 4 ഉദാഹരണത്തിലും പൂർവപദത്തിന്റെ അവസാനത്തില് പ്രതിഗ്രാഹിയ വിഭക്തിയുടെ പ്രത്യയമായി ഏ വരുന്നു. നിപ്രസം, അടുത്ത സംയോജിക. ഓട് സംയോജിക സാക്ഷി എന്നാ പറയാ. ഓട് ആണ് സംയോജിക വിഭക്തിയുടെ പ്രത്യയം. ഏതൊക്കെയാ നോക്കാം. പിതൃസമൻ, അത് വിഗ്രഹിക്കുമ്പോഴോ പിതാവിനോട് സമൻ. ഓട് ആദ്യ പദത്തിന്റെ അവസാനം വന്നു. പ്രേമപൂർവം, പ്രേമത്തോട് കൂടി. അടുത്തത് സിംഹത്തോട് തുല്യനാണ്, സിംഹതുല്യൻ. പന്തൊക്കും, പന്തിനോടൊക്കും. ഈ ഉദാഹരണം കേരളപാണ്ഡ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ പെണ്ണ് വിരോധി, പെണ്ണിനോട് വിരോധി. ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് പൂർവപദത്തിന്റെ അവസാനം സംയോജിക വിഭക്തി വരുന്നു. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, പദങ്ങളെ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന്റെ ഒടുവിൽ വരുന്ന വിഭക്തിയുടെ പ്രത്യയങ്ങൾ അടിസ്ഥാനമാക്കി ആ വിഭക്തിയോട് ചേർത്ത് തൽപുരുഷന്റെ പേര് പറയാറുണ്ട്. അപ്പൊ സമാസം പഠിക്കുന്നതോടൊപ്പം നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായെങ്കിലേ ഈ ഭാഗം നമ്മൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ മാർക്ക് കിട്ടുകയുള്ളൂ. 4ാമത്തെ വിഭക്തിയുടെ പേരാണ് ഉദ്ദേശിക. ഉദ്ദേശികയുടെ പ്രത്യയം ക, ന ആണ്. രാമന്, സീതയ്ക്കെന്നൊക്കെ നമ്മൾ ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. പടയ്ക്ക് ഉള്ള കുതിര, പടക്കുതിരയാണ്. യാഗത്തിന് ഉള്ള അശ്വമാണ് യാഗാശ്വം. സ്വപ്നത്തിന് തുല്യമാണ് സ്വപ്നതുല്യം. കുളിക്ക് ഉള്ള പുരയാണ് കുളിപ്പുര. ഇവിടെ ഈ വാക്കുകളിലൊക്കെ നമ്മൾ കണ്ടത് ഉദ്ദേശികയുടെ പ്രത്യയം പൂർവപദത്തിന്റെ അവസാനം വന്നു. സ്വപ്നത്തിന് സമാനമൊക്കെ അത് തന്നെയാണ്. ചാരുന്നതിന് ഉള്ള പടി. അടുത്തത് പ്രയോജിക തൽപുരുഷൻ. നമുക്കറിയാം പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ആലാണ്. ആൽ പ്രയോജികയാം ഹേതു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഉദാഹരണം നോക്കുക. വാൾപ്പയറ്റ്, ശാപഗ്രസ്തൻ, വന്യസന്തപ്തം, ഉറക്കച്ചടവ്. ഇവിടെയൊക്കെ നമ്മൾ വാളാൽ, ആൽ, ശാപത്താൽ, വന്യാൽ സന്തപ്തം, ഉറക്കത്താൽ ചടവ്. ഇതൊക്കെ പ്രയോജിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ്. അത് ചേർന്ന് വരുന്നത് കൊണ്ട് ഇവയ്ക്ക് പ്രയോജിക തൽപുരുഷൻ എന്ന് പറയുന്നു. 6ാമത്തെ വിഭക്തിയായ സംബന്ധിക. സംബന്ധികയുടെ പ്രത്യയം ഉടെ അല്ലെങ്കിൽ ഇന്റെ. ഇപ്പൊ സൂര്യോദയം, ഉടുപംക്തി, നദിക്കര, മർത്യജന്മം, അന്യജീവൻ, വാത്സല്യപൂരം, അതുപോലെ സുഖോദയം. ഇവിടെയൊക്കെ നമ്മൾ കണ്ട് ഉടെ, ഇന്റെ മുതലായ വാക്കുകളാണ്. പല വാക്കുകളും പഴയ കൃതികളിലുള്ള വാക്കുണ്ട്. ഇപ്പോ അന്യജീവൻ ഉതകി സ്വജീവിതം എന്നത് കുമാരനാശാന്റെ പ്രിയദർശനം എന്ന കാവ്യ ഭാഗത്തു നിന്നാണ്. സുഖോദയം അവിടെ നിന്ന് എടുത്താണ്. വാത്സല്യപൂരം ഒക്കെ പാഠഭാഗങ്ങളിൽ നിന്ന് എടുത്താണ്. അപ്പൊ ഇവിടെയൊക്കെ ഈ പറഞ്ഞ സംബന്ധിയ വിഭക്തിയുടെ പ്രത്യയമായ ഉടെ അല്ലെങ്കിൽ ഇൻഡെയാണ് പൂർവപദത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനത്തെ മലയാളത്തിലെ വിഭക്തിയായ ആധാരിക. ആധാരികയുടെ പ്രത്യയം ഇൽ അല്ലെങ്കിൽ കല്ലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സാഹിത്യത്തിൽ ഇല്ലാണ് അവിടെ. വിശാരദനാണ് സാഹിത്യ വിശാരദൻ. കടലിലെ ആമയാണ് ഇൽ, കടലാമ. അതുപോലെ തന്നെ കലകളിൽ പ്രവീണനാണ് കലാപ്രവീണൻ. ഇവിടെയൊക്കെ നമ്മൾ എന്താ കണ്ടത്? മലയാളത്തിലെ 7 വിഭക്തികളുടെ പേരിലും തൽപുരുഷനുണ്ട്. പൂർവപദത്തിന്റെ അവസാനത്തിൽ വരുന്ന വിഭക്തി പ്രത്യയം ഏതാണോ അത് നോക്കിയാണ് ആ തൽപുരുഷന്റെ കൂട്ട് ഈ വിഭക്തികളുടെ പേര് ചേർന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് കർമ്മധാരയ സമാസമാണ്.
കർമ്മധാരയ സമാസത്തെ നമ്മൾ തൽപുരുഷന്റെ വിഭാഗത്തിലാണെങ്കിലും പൊതുവെ ആന്തര പേപ്പറിൽ കർമ്മധാരയൻ എന്നീ കുട്ടികൾ എഴുതാറുള്ളൂ. കർമ്മധാര തൽപുരുഷൻ പൂർണ്ണമായിട്ട് എഴുതാറില്ല. അത് ഏറെക്കുറെ ഒരു സ്വതന്ത്ര പദവി അല്ലെങ്കിൽ അങ്ങനെ ഒരു സവിശേഷമായ സ്ഥാനം കർമ്മധാരയന് കൽപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല എന്ന് ആണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് കർമ്മധാര തൽപുരുഷൻ എന്ന് എഴുതിയില്ലെങ്കിലും കർമ്മധാരയൻ എന്ന് എഴുതിയാൽ മതി. പക്ഷേ വിഭക്തി പ്രത്യയങ്ങളുടെ പേരുള്ള സമാസം എഴുതുമ്പോൾ അവിടെ നിർദ്ദേശിക എന്ന പ്രതിഗ്രാഹി എന്ന് എഴുതിയാൽ പോരാ, അവിടെ തൽപുരുഷൻ എന്ന് പൂർണ്ണമായിട്ടും എഴുതിയെങ്കിൽ അതിന്റെ മാർക്ക് കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ. ഇതിന്റെ പ്രത്യേകത പൂർവ്വപദം വിശേഷണമാണ്, അഡ്ജക്റ്റീവാണ്. ഒരു വസ്തുവിനുള്ള ഒരു ഗുണത്തെ, ഒരു സ്വഭാവത്തെ എടുത്ത് വിശേഷിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ആ വസ്തു. ഉത്തരപദം നാമമാണ്. കർമ്മധാരായനിൽ ഘടകപദങ്ങൾ മിക്കവാറും ഒരേ വിഭക്തിയിലായിരിക്കും, അതായത് നിർദ്ദേശിക വിഭക്തിയിൽ ആയിരിക്കും. അതിന് നമുക്ക് ഉദാഹരണം നോക്കാം. വീരയോദ്ധാവ്, വീരനായ യോദ്ധാവ്. അപ്പോ യോദ്ധാവിന് നൽകുന്ന വിശേഷണമാണ് വീരൻ. മഹർഷി, മഹാനായ ഋഷി. പീതാംബരം, അംബരം എന്ന് വെച്ചാൽ വസ്ത്രമാണ്, പീതം മഞ്ഞ നിറമാണ്. അപ്പൊ ആ വസ്ത്രത്തിന്റെ ഒരു ഗുണമാണ് എന്ത്? പീതം, മഞ്ഞ നിറമാണ്, പീതാംബരം. അതുപോലെ വനിത, എങ്ങനെയുള്ള വനിത? ധീരയായ വനിത. അപ്പൊ ധീര എന്നത് ആ വനിതയ്ക്ക് നൽകുന്ന വിശേഷണമാണ്. ഭാവം, എങ്ങനെയുള്ള ഭാവം? പാവനമായ ഭാവമാണ്. പൂരിതമായ ആഭ, ആഭ എന്ന് വെച്ചാൽ ശോഭ. അതുപോലെ ശൈശവം, എങ്ങനെയുള്ള ശൈശവം? ചാരുവായ ശൈശവം. ദീർഘമായ ആയുസ്, ആയുസ്സിന് നൽകുന്ന വിശേഷണമാണ് ദീർഘം. ലോകം, എങ്ങനെയുള്ള ലോകം? ശാശ്വതമാണ് ലോകം. വിജയം മഹത്തരമാണ്, മഹത്തായ വിജയമാണ്. വാക്യം ഉത്തമമാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് പൂർവപദം വിശേഷണവും ഉത്തരപദം നാമവുമായിട്ട് വരുന്നു. ഇപ്പൊ ദർശനം, എങ്ങനെ? ഭീമമായ ദർശനം. ഇതൊക്കെ അതിനുദാഹരണമാണ്. അതുകൊണ്ട് ഇത്തരം സമാസത്തെ നമ്മൾ കർമ്മധാരയ തൽപുരുഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉത്തര പേപ്പറിൽ കർമ്മധാരായൻ എന്ന് നിങ്ങൾ എഴുതി വെക്കുകയേ വേണ്ടൂ. കർമ്മധാര തൽപുരുഷൻ എന്ന് എഴുതിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിഭക്തി പ്രത്യയങ്ങളുടെ കൂട്ടത്തിൽ വിഭക്തിയുടെ പേര് മാത്രം എഴുതിയാൽ പോരാ, തൽപുരുഷൻ നിർബന്ധമായിട്ട് എഴുതണം. ഇവിടെ കർമ്മധാരയൻ എന്ന് എഴുതിയാലും കുട്ടികൾക്ക് മാർക്ക് നമ്മൾ പൂർണ്ണമായ മാർക്ക് കൊടുക്കാറുണ്ട്. അടുത്തത് മധ്യമ പദലോപി തൽപുരുഷൻ. മധ്യം എന്ന് വെച്ചാൽ നടുക്ക് എന്ന് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം മനസ്സിലാവും. അപ്പൊ നടുക്കുള്ള പദം ലോപിച്ചു പോവുക, നഷ്ടപ്പെട്ടു പോകുന്നതാണ് മധ്യമ പദലോപി തൽപുരുഷൻ. നമ്മൾ ഇങ്ങനെ സമസ്ത പദത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ നടുക്കുള്ള പദങ്ങൾ ഇല്ലെങ്കിലും അവയുടെ അർത്ഥം നമുക്ക് ഊഹിച്ചെടുക്കാൻ, അനുമാനിച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവ ഇല്ലാതെ നമ്മൾ സമസ്ത പദം ഉണ്ടാക്കുന്നത്. അപ്പൊ അതായത് നടുക്കുള്ള പദം പ്രയോഗിക്കാതെ തന്നെ അതിന്റെ അർത്ഥം കിട്ടുന്ന അർത്ഥം. ഇപ്പൊ മഴക്കോട്ട്, മഴയെ തടുക്കുന്ന കോട്ട്. മഴയത്ത് ഇടാനുള്ള കോട്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതാണ് അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാൻ കാരണം. തടുക്കുന്ന എന്നത് പറഞ്ഞില്ലെങ്കിലും ആ മഴക്കോട്ട് എന്ന സമസ്ത പദം കേൾക്കുമ്പോൾ ഇത് മഴയത്ത് ഇടാനുള്ളതാണ് അല്ലെങ്കിൽ മഴയെ തടുക്കാനുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ നടുക്കുള്ള പദങ്ങളിൽ ലോപിച്ചു പോകുന്നതാണ് മധ്യമ പദലോപി. തീയാൽ ഓടുന്ന വണ്ടി. ഇപ്പൊ തീവണ്ടി, ഇന്നത്തെ കാലത്ത് തീയാൽ ഓടുന്ന വണ്ടി, അതായത് കൽക്കുരി കൊണ്ട് ഓടുന്ന വണ്ടി രാജ്യത്ത് വളരെ അപൂർവമാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് ആ തീവണ്ടി എന്ന പദത്തിന്റെ അർത്ഥം അങ്ങനെ ഉറച്ചുപോയത്. തീ കൊണ്ട് ഓടുന്ന വണ്ടി ആയതുകൊണ്ട് തീവണ്ടി എന്ന പദം ഉറച്ചുപോയി. അപ്പൊ ഈ ഓടുന്ന എന്ന് പറയാതെ തീവണ്ടി എന്ന വാക്ക് കേൾക്കുമ്പോൾ തീയാൽ ഓടുന്ന വണ്ടിയാണ് നമുക്ക് അർത്ഥം കിട്ടും. അങ്ങനെ നടുക്കുള്ള പദം ലോപിച്ചു പോകുന്നു. ചീന, ചീന എന്ന് വെച്ചാൽ ചൈനയാ. ചീനയിൽ നിന്നുള്ള ചട്ടിയാണ് ചീനച്ചട്ടി. പകൽ നടത്തുന്ന പൂരം, പകൽപൂരം. രാത്രി വണ്ടി, രാത്രിയിൽ ഓടുന്ന വണ്ടി ആണ് രാത്രി വണ്ടി. അതുപോലെ കൊലക്കളം, കൊല നടന്ന കളമാണ് കൊലക്കളം. അടുത്തത് ദിഗു സമാസമാണ്. ദിഗു പൂർവപദം സംഖ്യാവാചിയായി വരുന്നതാണ്. ഇപ്പൊ മൂവാണ്ട്, നാനാഴി, പ്രഥമധർമ്മം, ദ്വിതീയപുത്രൻ, ഇരുകക്ഷി, മൂവുലക, പതിറ്റാണ്ട്. 3 ആണ്ടാണ് മൂവാണ്ട്. 4 നാഴിയാണ്. നാഴി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ല. പറ കണ്ടിട്ടുണ്ടാവും. 10 ഇടങ്ങഴിയാണ് ഒരു പറ.
ഒരു ഇടങ്ങഴി 4 നാഴിയാണ്. അതായത് അളവിനെ കുറിക്കാൻ വേണ്ടി പണ്ടുണ്ടായിരുന്ന ഒരു യൂണിറ്റ്, ഒരു ചെറിയ പാത്രം, അതാണ് നാഴി. അപ്പൊ നാനാഴി, 4 നാഴിയാണ് നാനാഴി. പ്രഥമം, ഒന്നാമത്തേന്നർത്ഥം, പ്രഥമമായ ധർമ്മം. ദ്വിതീയം, രണ്ടാമത്തെ, ദ്വിതീയനായ പുത്രൻ. ഇരുകക്ഷി, രണ്ടാണെന്ന് നമുക്ക് അറിയാലോ. 3 ഉലകാണ് മൂവുലക്. 10 ആണ്ടാണ് പതിറ്റാണ്ട്. അതുപോലെ തന്നെ ത്രിഭുവനം, പഞ്ചഗവ്യം, സപ്തർഷികൾ ഒക്കെ ഈ പൂർവപദം സംഖ്യയായിട്ട് വരുന്ന ദ്വിഗുസമാസത്തിൽ പെടും. അതേസമയം 4-5 ദ്വിഗുസമാസം അല്ല. അത് പൂർവവും ഉത്തരവും 2 പദങ്ങളും സംഖ്യയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ദ്വന്ദ്വസമാസത്തിലും സംഖ്യ വരും, ദ്വിഗുസമാസത്തിലും സംഖ്യ വരും. ദ്വിഗുസമാസത്തില് പൂർവപദം മാത്രമേ വരൂ. ദ്വന്ദ്വസമാസത്തില് പൂർവ ഉത്തര പദങ്ങൾ 2ഉം വരും. അത് ചിലപ്പോൾ കുട്ടികൾക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് ഉപമിത സമാസാണ്. ഉപമാനോപമേയങ്ങള് സമാസിക്കുന്നതാണ് ഉപമിത സമാസം. ആ വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഉപമാനവും ഉപമേയവും. ചിലപ്പോൾ താഴ്ന്ന ക്ലാസ്സിൽ നമ്മൾ അലങ്കാരം പഠിച്ചിട്ടുണ്ടാവും. ഉപമ എന്നൊരു അലങ്കാരം. ഇപ്പൊ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും ഉപമ എന്ന കയറി വെക്കുമ്പോൾ. ഉപമ എന്ന അലങ്കാരത്തിന് 4 ഘടകങ്ങളുണ്ട്. അതിൽ 1 ഉപമാനം, 2 ഉപമേയം, 3 ഉപമാവാചകം, 4 സാധാരണ ധർമ്മം. ആരെ അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ വർണ്ണിക്കുന്നത് അതിന് ഉപമേയം എന്ന് പറയും. ഉപമേയം എന്തിന് തുല്യമാണെന്ന് പറയുന്നു, അത് ഉപമാനം. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ അലങ്കാരം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന പദ്യമാണ്. അതില് എന്തിനെയാണ് വർണ്ണിക്കുന്നത്? രാജാവിന്റെ മുഖത്തെ, നിൻമുഖം എന്ന് പറഞ്ഞ്. ഏത് എന്തിനോട് തുല്യമാണ്? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അപ്പൊ ചന്ദ്രനോടാണ്. അപ്പൊ അവിടുത്തെ ഉപമേയം എന്താണ്? രാജാവിന്റെ മുഖവും. ഉപമാനം ചന്ദ്രനുമാണ്. ചിലപ്പോൾ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സൂത്രവിദ്യയിൽ ഓർത്തു വയ്ക്കുക. മാനത്ത് ചന്ദ്രനുണ്ട്, ഉപമാനം ചന്ദ്രൻ. ഇനി മറന്നു പോകില്ലല്ലോ. അപ്പൊ എന്തിനെയാണോ വർണ്ണിക്കുന്നത്, എന്തിനോടാണോ വർണ്ണിക്കുന്നത്, ഈ 2 കാര്യങ്ങൾ കൂട്ടിച്ചേരുക. ഉപമാനവും ഉപമേയവും കൂട്ടിച്ചേർന്ന് വരുന്നതാണ് ഉപമിത സമാസം. അതിന് ഉദാഹരണം നോക്കുക. പ്രായേണ ഉത്തരപദം. ഉത്തരപദം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാമത്തെ പദമാണ് ഉപമാനം. നോക്കുക. ഇനി ശിലാഹൃദയം, ശില പോലെ ഹൃദയമാണ്. അതുപോലെ മുള്ളുവാക്ക്, മുള്ളുപോലെ വാക്കാണ്. തേൻമൊഴി, തേൻ പോലെ മൊഴി. പൂന്തിങ്കൾ, പൂ പോലെയുള്ള തിങ്കൾ. ക്ഷണപ്രഭാചഞ്ചലം, എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ടല്ലോ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ക്ഷണപ്രഭ എന്താ? മിന്നല, മിന്നൽ പോലെ അഞ്ചലമാണ്. പൂമേനി, പൂ പോലെയുള്ള മേനി. പാൽ പോലെയുള്ള മൊഴി. കൊണ്ടൽ പോലെയുള്ള വേണി. ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഈ 2 വസ്തുക്കളെ, എന്ത്, ഉപമാനത്തെയും ഉപമേയത്തെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് സമാസിക്കുന്നത്. ഇപ്പൊ ശില ഹൃദയം, മുള്ള് വാക്ക്, തേൻ മൊഴി, പൂ തിങ്കൾ, ശില ഹൃദയം, ഇങ്ങനെയുള്ള വാക്കുകളെ, ഉപമാനത്തെയും ഉപമേയത്തെയും കൂട്ടിച്ചേർത്ത് സമാസിക്കുന്നതാണ് ഉപമിത സമാസം. അപ്പൊ ഇവിടെ ഇത് എഴുതുമ്പോൾ നമ്മൾ ഉപമിത സമാസം എന്നാണ് എഴുതേണ്ടത്. തൽപുരുഷൻ വിഭാഗമാണെങ്കിലും ഉപമിത സമാസം എന്നാണ് എഴുതേണ്ടത്. രൂപകം എന്നൊരു അലങ്കാരത്തെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. വർണ്ണ്യവും അവർണ്യവും തമ്മിൽ ഭേദമില്ല, 2 ഒന്ന് തന്നെ. ഇത് അതാകുന്ന അത്. മുഖമാകുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ രൂപകമായി. മുഖം കണ്ടിട്ട് ചന്ദ്രനല്ലേ എന്ന് സംശയിച്ചാൽ അത് ഉൽപ്രേക്ഷയായി. മുഖം ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ ഉപമ. ഇത്ര ഇവ തമ്മിലുള്ള ഒരു ലളിതമായ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. 2 വസ്തുക്കൾ തമ്മിലുള്ള ഭേദം, വ്യത്യാസം, അത് പരിഗണിക്കാതെ അവയുടെ സാമ്യത്തെ മുൻനിർത്തി അവയിൽ ഐക്യം എന്ന് പറയുന്നതാണ് രൂപകം. രൂപകം ആരോപിക്കുന്ന നാമങ്ങൾ സമാസിക്കുന്നതാണ് രൂപക സമാസം. പാദമാകുന്ന കമലം. ഇപ്പൊ പാദം സമം കമലം എന്നാണ് അതിന്റെ ഒരു ഫോർമുല നമ്മൾ പറയാനുള്ളത്.
പാദം ഈസ് ഈക്വൽ ടു, പാദം കമലം പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് പാദമാകുന്ന കമലം. വിദ്യയും ധനവും ഒരു വ്യത്യാസമില്ല, വിദ്യയാകുന്ന ധനം തന്നെയാണ്. ജീവിതം സാഗരം, ജീവിതമാകുന്ന സാഗരം. സാഗരം എന്ന് വെച്ചാൽ സമുദ്രം നാന്നുള്ളവരും അറിയാമല്ലോ. അപ്പൊ വിവേകമാകുന്ന ദീപം, ദീപവും വിവേകവും തുല്യമാണ്, ഒരു വ്യത്യാസമില്ല. കാലം ചക്രത്തെ പോലെയാ, കാലം ചക്രം തന്നെയാ, കാരണം കാലവും കറങ്ങും ചക്രവും കറങ്ങും. മനസ്സ് ആകുന്ന താര, താര എന്ന് വെച്ചാൽ പുഷ്പം. കാലമാകുന്ന അഹി, എഴുത്തച്ഛന്റെ പാഠഭാഗത്തു നിന്നാണ് ഇത്. കാലമാകുന്ന അഹി എന്ന ഉദാഹരണം. പദതാര്, പദമാകുന്ന താര്, മനക്കുരുന്ന്, അതുപോലെ തന്നെ അടിതളിർ, മുഖചന്ദ്രൻ, ആശാപാശം. പാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറെന്ന അർത്ഥം. ജീവിതമാകുന്ന സാഗരം. ഇപ്പൊ ഇവിടെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസമല്ല പരിഗണിച്ച്, അവ തമ്മിൽ ഒരു സമാനതയുണ്ട്. ഇപ്പൊ പാദം കമലം പോലെ സുന്ദരമാണ്. വിദ്യ ധനം തന്നെയാണ്, അത് ജീവിതയാത്രയിൽ ഉപകരിക്കുന്നുണ്ട്, അത് ധനം തന്നെയാണ്. ബുദ്ധി, അതാണ് ഒരാളുടെ വിവേകം. ആ വിവേകമുള്ള ആൾക്ക് ഉള്ളിൽ ഒരു വെളിച്ചം, അതായത് ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ആൾക്ക് മുന്നോട്ട് പോകാൻ ദീപം വഴി കാണിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ മനസ്സിലെ വിവേകം, ആ ദീപം തന്നെയാണ് അവൻ മുന്നോട്ട് നയിക്കും. അപ്പോൾ മറ്റു പല കാര്യങ്ങളും വ്യത്യാസം ഉണ്ടെങ്കിലും ഇവ രണ്ടും കൂടി ചേർത്ത് സമാസിക്കുന്നതാണ് രൂപക തൽപുരുഷൻ. ഇത്രയും സമാസങ്ങളാണ് സാധാരണഗതിയിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ചോദിക്കുന്നത്.